എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്മിലിൽ കണ്ട വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളിൽ പ്രധാനപ്പെട്ട അവതാരമായ വാമനമൂർത്തിയുടെ 2 മന്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. ജപിച്ചാൽ അച്ചട്ട് ഫലം നൽകുന്ന മന്ത്രമാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, വാമനമൂർത്തിയുടെ ത്രിവിക്രമ രൂപത്തിൽ 3 അടി അളവെടുക്കുന്നതിലെ വിനയവും ഭക്തിയും എല്ലാം പ്രകീർത്തിക്കപ്പെടുന്ന ഒന്നാണല്ലേ. ഇനി മന്ത്രം ജപിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ ആദ്യം പറഞ്ഞു തരാം. ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ ഇല്ലാതാക്കുവാൻ അത്യുത്തമമാണ് കേട്ടോ വാമനമൂർത്തിയുടെ മന്ത്രം ജപിക്കുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങളിലെ നൈപുണ്യം വർദ്ധിപ്പിക്കുവാൻ മന്ത്രം ജപിച്ചാൽ ഉത്തമമാണ്. മാത്രമല്ല, അഹങ്കാരം പാടെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ടും വിവേകം, വിനയം എന്നിവ ലഭിക്കുന്നതിനും ആത്മീയ ബോധം വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം വളരെയധികം ഫലം ലഭിക്കുന്ന, അതായത് ഉത്തമമായിട്ടുള്ള മന്ത്രം തന്നെയാണ് കേട്ടോ വാമനമൂർത്തിയുടെ മന്ത്രം എന്ന് പറയുന്നത്. ഇനി മന്ത്രം പറഞ്ഞു തരാം. ആദ്യത്തെ കുഞ്ഞു മന്ത്രം ആദ്യം പറയാം. ഓം നമോ ഭഗവതേ വാമനായ സ്വാഹ. രണ്ടാമത്തെ വാമനമൂർത്തിയുടെ ഗായത്രി മന്ത്രം പറഞ്ഞു തരാം. ഓം ത്രിവിക്രമായ വിദ്മഹേ വിശ്വരൂപായ ധീമഹി തന്നോ വാമന പ്രചോദയാത്. 2 മന്ത്രങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പ്രേക്ഷകർ നോക്കിയിട്ട്, അതായത് നന്നായിട്ട് പഠിച്ചിട്ട് ജപിച്ചോളൂ കേട്ടോ. എല്ലാ മന്ത്രങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കണം. പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഉച്ചാരണമൊക്കെ പല രീതിയിലാവും. ഫോണിന്റെ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിലാവണം എന്നില്ല ക്ലാരിറ്റി. അപ്പൊ എപ്പോഴും മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനിൽ നോക്കി വ്യക്തതയോടുകൂടി ജപിച്ചോളൂ കേട്ടോ. ഇനി ഒന്നുകൂടി പറയാം. ഓം നമോ ഭഗവതേ വാമനായ സ്വാഹ ഒന്നാമത്തെ മന്ത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. രണ്ടാമത്തെ മന്ത്രം ഓം ത്രിവിക്രമായ വിദ്മഹേ വിശ്വരൂപായ ധീമഹി തന്നോ വാമന പ്രചോദയാത്. ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെല്ലാം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ജപിച്ചോളൂ. 108 തവണ എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. ഇനി തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം 21 ആയിട്ട് കുറച്ചോളൂ കേട്ടോ. എത്രത്തോളം ജപിക്കുന്നു അത്രയും ഫലം നമുക്ക് തന്നെയല്ലേ ലഭിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ പ്രേക്ഷകർക്കും വാമനമൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.